വേൾഡ് കപ്പിലെ മൂന്നാം റൗണ്ട് മത്സരങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഓരോ ടീമിനും ഹൃദയമിടിപ്പിൻ്റെ നേരമാണ്. റൗണ്ട് ഓഫ് 32-ൽ തങ്ങളെ കാത്തിരിക്കുന്നത് ആരെന്നറിയാൻ ഇനി വെറും രാത്രികൾ മാത്രം കാത്തിരുന്നാൽ മതി. നിലവിലെ ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ 3 റൗണ്ട് മത്സരങ്ങളും പൂർത്തിയായപ്പോൾ ബ്രസീലാണ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത്. ബ്രസീലിന് റൗണ്ട് ഓഫ് 32-ൽ ആരായിരിക്കും എതിരാളികൾ? അവർക്ക് ഗ്രൂപ്പ് എഫിലെ 2-ാം സ്ഥാനക്കാരായിരിക്കും എതിരാളികൾ. ഇന്ന് നടക്കുന്ന, അതായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഗ്രൂപ്പ് എഫിലെ 3-ാം റൗണ്ട് മത്സരങ്ങളാണുള്ളത്. നെതർലാൻഡ്, തുനീഷ്യയും ജപ്പാനും സ്വീഡനുമുള്ള പോരാട്ടം. ഇതിൽ നെതർലാൻഡ് തുനീഷ്യക്കെതിരെ അനായാസം വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത് ജപ്പാനോ സ്വീഡനോ ആയിരിക്കും. ഇതിൽ വിജയിക്കുന്നവരായിരിക്കും ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 32-ലെ എതിരാളികൾ. ഏറ്റവും കൂടുതൽ സാധ്യത ജപ്പാനാകാനാണ്. നിലവിൽ ഫുട്ബോൾ ലോകത്തെ വമ്പൻ വിജയങ്ങളുമായി ജപ്പാൻ വമ്പന്മാരെ എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. ബ്രസീലിന് ഇഷ്ടം ജപ്പാനേക്കാൾ സ്വീഡനെ ലഭിക്കാൻ തന്നെയായിരിക്കും. ഇനി മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് ആരായിരിക്കും എതിരാളികൾ? ജർമ്മനി ഐവറി കോസ്റ്റ് പോരാട്ടമുണ്ട് ഇന്ന്. ഈ പോരാട്ടത്തിൽ ജർമ്മനി വിജയിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ജർമ്മനി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാവുകയാണെങ്കിൽ ജർമ്മനിക്ക് ബോസ്നിയ, സ്കോട്ട്ലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രിയ, പരാഗ്വേ ടീമുകളെ ആയിരിക്കും ലഭിക്കുക. അനായാസം ജർമ്മനിക്ക് മുന്നോട്ട് കയറാം. ഇനിയെങ്ങാനും ജർമ്മനി ഐവറി കോസ്റ്റിന് മുന്നിൽ പരാജയപ്പെട്ട് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരാവുകയാണെങ്കിൽ ജർമ്മനിയെ കാത്തിരിക്കുന്നത് നോർവേയോ ഫ്രാൻസോ ആയിരിക്കും. ഐവറി കോസ്റ്റിന് മുന്നിൽ ജർമ്മനി പരാജയപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ജർമ്മനി 1-ാം സ്ഥാനക്കാരാവുകയാണെങ്കിൽ ജർമ്മനിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇനി നിലവിലെ റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിൻ്റെ കാര്യം നോക്കാം. ഫ്രാൻസിന് അവസാന റൗണ്ടിൽ കാത്തിരിക്കുന്നത് വമ്പൻ പോരാട്ടമാണ്. എംബാപ്പെ, ഹാലൻഡ് പോരാട്ടം. ഫ്രാൻസ് നോർവേ മത്സരത്തിലെ വിജയികളായിരിക്കും ആ ഗ്രൂപ്പിലെ 1-ാം സ്ഥാനക്കാരെ തീരുമാനിക്കുക. ഇനി നോർവേയുമായുള്ള മത്സരത്തിൽ ഫ്രാൻസ് വിജയിക്കുകയാണെങ്കിൽ ഫ്രാൻസിന് സ്കോട്ട്ലാൻഡ്, ഇക്വഡോർ, സ്വീഡൻ അല്ലെങ്കിൽ ജപ്പാൻ, അൾജീരിയ ടീമുകളെ ആയിരിക്കും ഏറ്റുമുട്ടേണ്ടത്. ഇനി ഫ്രാൻസ് നോർവേയോട് പരാജയപ്പെടുകയാണെങ്കിൽ ഫ്രാൻസിന് ഐവറി കോസ്റ്റയോ ജർമ്മനിയോ ആയിരിക്കും എതിരാളികളായി വരിക. ഇനി നിലവിലെ ലോകരാജാക്കന്മാരായ അർജന്റീനക്ക് ആരായിരിക്കും വരിക? ഏറ്റവും കൂടുതൽ സാധ്യത സൗദിയോ കബ്വർദയോ വരാനാണ്. അല്ലെങ്കിൽ ഇനി സ്പെയിൻ എങ്ങാനും ഉറുഗ്വേയോട് പരാജയപ്പെടുകയാണെങ്കിൽ സ്പെയിൻ വരാനുള്ള സാധ്യതയുമുണ്ട്. ഉറുഗ്വേ സ്പെയിൻ മത്സരം സമനിലയാവുകയും കബ്വർദെ സൗദി അറേബ്യ പോരാട്ടവും സമനിലയാവുകയും ചെയ്താൽ അർജന്റീനയുടെ എതിരാളികൾ ഉറുഗ്വേ ആയിരിക്കും. സ്പെയിൻ ഉറുഗ്വേ മത്സരത്തിൽ ഉറുഗ്വേ സമനില പിടിക്കുകയോ തോൽക്കുകയോ ചെയ്താൽ കബ്വർദെ സൗദി അറേബ്യ പോരാട്ടത്തിലെ വിജയികളെയായിട്ടായിരിക്കും അർജന്റീന ഏറ്റുമുട്ടേണ്ടി വരിക. നിലവിൽ മങ്ങിയ ഫോമിലുള്ള ഉറുഗ്വേയെ സ്പെയിൻ അനായാസം തോൽപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മിന്നും ഫോമിലുള്ള കബ്വർദെ സൗദിയെ തോൽപ്പിച്ചാൽ അർജന്റീന കബ്വർദെ പോരാട്ടത്തിനും വഴി തെളിയും. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് ആരായിരിക്കും എതിരാളികൾ? ഇത് നിർണ്ണയിക്കേണ്ടത് പോർച്ചുഗൽ കൊളംബിയ മത്സരമാണ്. നിലവിൽ 6 പോയിന്റോടെ കൊളംബിയയാണ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാർ. മത്സരം സമനിലയിലാവുകയാണെങ്കിൽ, അതായത് കൊളംബിയ പോർച്ചുഗൽ പോരാട്ടം സമനിലയാവുകയാണെങ്കിൽ പോർച്ചുഗലിനെ കാത്തിരിക്കുന്നത് ഗാനയോ ഇംഗ്ലണ്ടോ ക്രൊയേഷ്യയോ ആയിരിക്കും. ഇനി പോർച്ചുഗൽ കൊളംബിയയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പോർച്ചുഗലിന് കാര്യങ്ങൾ എളുപ്പമാകും. ഓസ്ട്രിയ, പരാഗ്വേ, അൾജീരിയ, സ്കോട്ട്ലാൻഡ് ഏതെങ്കിലും ടീമുകളിൽ ഒന്നിനെയായിരിക്കും പോർച്ചുഗലിനെ നേരിടേണ്ടി വരിക. പോർച്ചുഗലിന് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഇനി സ്പെയിനിന് ആരായിരിക്കും എതിരാളികൾ എന്ന് നോക്കാം. സ്പെയിൻ നിലവിൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാണ്. അവർ ഉറുഗ്വേക്കെതിരെ സമനില പിടിക്കുകയോ വിജയിക്കുകയോ ചെയ്താൽ അവർക്ക് നിലവിൽ അർജന്റീനയുടെ ഗ്രൂപ്പായ ഗ്രൂപ്പ് ജെയിലെ 2-ാം സ്ഥാനക്കാരായിട്ടായിരിക്കും പോരാട്ടം. അത് ഏകദേശം ഓസ്ട്രിയയാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ചിലപ്പോൾ അൾജീരിയയാകാനും സാധ്യതയുണ്ട്. ഇനി ഉറുഗ്വേയുമായുള്ള മത്സരത്തിൽ സ്പെയിൻ പരാജയപ്പെടുകയാണെങ്കിൽ സ്പെയിനിന് അർജന്റീനയുമായിട്ടായിരിക്കാം പോരാട്ടം വരിക. ഏതായാലും ഇങ്ങനെയാണ് റൗണ്ട് ഓഫ് 32-ലെ വലിയ സാധ്യതകൾ കിടക്കുന്നത്. വെറും 2 രാത്രികൾ കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനമാകും. റൗണ്ട് ഓഫ് 32-ലെ ഏറ്റവും ഭീകരമായ മത്സരം ഏതായിരിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.